നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്രജ്ഞർ യോഗം ചേർന്നു. ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി എവറ്റ് കൂപ്പർ വിളിച്ചു ചേർത്ത യോഗത്തിൽ വെർച്വലായി പങ്കെടുത്തത് ഇന്ത്യയുടെ പ്രതിനിധിയായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. ഹോർമൂസ് അടച്ചിട്ട ഇറാന്റെ നടപടികൾ ആഗോള സമ്പദ്വ്യവസ്ഥയെ ബന്ധിയാക്കിയെന്ന രൂക്ഷ വിമർശനം ഉന്നയിച്ച് ബ്രിട്ടൻ. ഹോർമൂസ് സുരക്ഷിതമാക്കുന്നത് അമേരിക്കയുടെ ചുമതലയല്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് യോഗം ചേർന്നത്. യോഗത്തിൽ പങ്കെടുക്കാതെ അമേരിക്ക. UK-യിലെ ഹോട്ടൽ, പബ്, റെസ്റ്റോറന്റ് മേഖലകൾ ചെലവിലുണ്ടായ വർധന മൂലം വലിയ പ്രതിസന്ധിയിലേക്ക്. ഏപ്രിൽ 1 മുതൽ പുതിയ ബിസിനസ് റേറ്റുകളും ഉയർന്ന വേതന ചെലവുകളും പ്രാബല്യത്തിൽ വന്നതോടെ മേഖലയ്ക്ക് വലിയ സാമ്പത്തിക സമ്മർദ്ദം. ജീവനക്കാരെ കുറയ്ക്കാൻ പദ്ധതിയിട്ട് 64% സ്ഥാപനങ്ങൾ. 42% സ്ഥാപനങ്ങൾ പ്രവർത്തന സമയം കുറയ്ക്കാനും 1 സ്ഥാപനം പൂർണ്ണമായും അടയ്ക്കാനും നീക്കം. കുടുംബങ്ങൾക്ക് ഷോക്കായി UK-യിൽ എനർജി ബില്ലുകൾ സമ്മറിൽ 440 പൗണ്ട് വരെ വർദ്ധിക്കാൻ സാധ്യത. ആശങ്കയിൽ UK-യിലെ പ്രവാസി സമൂഹം. US-ന്റെ F-35 യുദ്ധവിമാനം കൂടി വെടിവെച്ചിട്ടതായി ഇറാൻ. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തതിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ട് ഇറാനിയൻ മാധ്യമങ്ങൾ. റഡാറുകൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത US-ന്റെ ഏറ്റവും നൂതനമായ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളിൽ ഒന്നാണ് F-35 വിമാനങ്ങൾ. ഇറാന്റെ അവകാശവാദത്തോട് പ്രതികരിക്കാതെ അമേരിക്ക. അറ്റോർണി ജനറൽ പാംബോണ്ടിയെ പുറത്താക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പുറത്താക്കലിന് കാരണമായത് പ്രസിഡന്റിന്റെ ലക്ഷ്യങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതും ജെഫ്രി എപ്സ്റ്റൈൻ ഫയലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ തെറ്റായി കൈകാര്യം ചെയ്തു എന്നതിന്റെയും പേരിൽ. ട്രംപിന്റെ മുൻ വ്യക്തിഗത അഭിഭാഷകനായ ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ ടോഡ് ബ്ലാഞ്ച് ആക്ടിംഗ് അറ്റോർണി ജനറലായി ചുമതലയേൽക്കും. പാംബോണ്ടി വകുപ്പിനെ ശക്തിയോടെയും ബോധ്യത്തോടെയും നയിച്ചുവെന്ന് നിയുക്ത ആക്ടിംഗ് അറ്റോർണി ജനറൽ ടോഡ് ബ്ലാഞ്ച്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് FBI ഡയറക്ടർ കാഷ് പട്ടേലിനെയും പുറത്താക്കാൻ സാധ്യത. നടപടി അറ്റോർണി ജനറൽ പാംബോണ്ടിയെ പദവിയിൽ നിന്ന് നീക്കിയതിന് പിന്നാലെ. അറ്റോർണി ജനറൽ സ്ഥാനത്തേക്ക് പകരക്കാരനായി ലീ സെൽഡിംഗിന്റെ പേര് പരിഗണനയിൽ. ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബ്ബാർഡിനെ മാറ്റുന്നതിനെ കുറിച്ചും ട്രംപ് ചർച്ച നടത്തി. ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ. ഗൾഫിലെ വ്യാപാര കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ നാവികരെ നഷ്ടപ്പെട്ട ഒരേയൊരു രാജ്യം ഇന്ത്യയാണെന്ന യോഗത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. ഇന്ത്യയുടെ ആവശ്യം ബ്രിട്ടൻ വിളിച്ചു ചേർത്ത 60 രാജ്യങ്ങളുടെ യോഗത്തിൽ. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള ഗതാഗത സ്വാതന്ത്ര്യത്തിന്റെയും സുഗമമായ സഞ്ചാരത്തിന്റെയും പ്രാധാന്യം യോഗത്തിൽ പരാമർശിച്ച് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി. വനിതാ സംവരണം അടുത്ത പൊതുതിരഞ്ഞെടുപ്പിന് മുൻപേ നടപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കാൻ ബജറ്റ് സമ്മേളനത്തിന്റെ തുടർച്ചയായി പാർലമെന്റ് സമ്മേളനം ഈ മാസം 16-ന് ചേരും. 2023-ൽ പാർലമെന്റ് പാസാക്കിയ വനിതാ സംവരണ നിയമമനുസരിച്ച് വനിതാ സംവരണം നിശ്ചയിക്കാനാകുന്നത് അടുത്ത സെൻസസ് പ്രകാരമുള്ള മണ്ഡല പുനർവിഭജനം പൂർത്തിയായ ശേഷം മാത്രം. പുതിയ ഭരണഘടനാ ഭേദഗതി ബില്ലിൽ മണ്ഡല പുനർവിഭജനം നടത്തി 33% വനിതാ സംവരണം നിശ്ചയിക്കും. പേരാമ്പ്ര നിയമസഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് നൽകിയത് LDF പ്രചരണ വാഹനത്തിലെ വിവാദ അനൗൺസ്മെന്റുമായി ബന്ധപ്പെട്ട് UDF നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ. സമുദായത്തിലെ കുട്ടിയെ വിജയിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗുകാർ വീടുകളിൽ കയറി പറയുന്നുവെന്ന് LDFന്റെ വിവാദ അനൗൺസ്മെന്റ്. വോട്ടർമാർക്കിടയിൽ മതസ്പർദ്ധ വളർത്തുന്നതാണിതെന്നും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമാണെന്നും UDF. വാർത്തകൾ വിശദമായി. ഇറാനെതിരായ US-ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് അടഞ്ഞുകിടക്കുന്ന ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്രജ്ഞർ യോഗം ചേർന്നു. ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി എവറ്റ് കൂപ്പർ വിളിച്ചു ചേർത്ത യോഗത്തിലേക്ക് ഇന്ത്യക്കും ക്ഷണമുണ്ടായിരുന്നു. വെർച്വലായി നടന്ന യോഗത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പങ്കെടുത്തതായി കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചു. ഇറാനെതിരായ US-ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് അടഞ്ഞുകിടക്കുന്ന ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്രജ്ഞരുടെ യോഗമാണ് ബ്രിട്ടൻ വിളിച്ചു ചേർത്തത്. യോഗത്തിൽ ഹോർമൂസ് അടച്ചിട്ട ഇറാന്റെ നടപടികൾ ആഗോള സമ്പദ്വ്യവസ്ഥയെ ബന്ധിയാക്കിയെന്ന് ബ്രിട്ടൻ കുറ്റപ്പെടുത്തി. US യോഗത്തിൽ പങ്കെടുത്തില്ല. ഹോർമൂസ് സുരക്ഷിതമാക്കുന്നത് അമേരിക്കയുടെ ചുമതലയല്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഈ യോഗം. ഇറാൻ യുദ്ധത്തിൽ തങ്ങളെ പിന്തുണയ്ക്കാത്തതിന് യൂറോപ്യൻ സഖ്യകക്ഷികളെ ട്രംപ് വിമർശിക്കുകയും നാറ്റോയിൽ നിന്ന് US പിന്മാറുമെന്ന ഭീഷണി വീണ്ടും ഉയർത്തുകയും ചെയ്തിരുന്നു. ഹോർമൂസ് വീണ്ടും തുറക്കുന്നതിന് സൈനിക മാർഗങ്ങളെക്കാൾ രാഷ്ട്രീയ നയതന്ത്ര മാർഗങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നതെന്നാണ് ബ്രിട്ടന്റെ നിലപാട്. എണ്ണ, ഭക്ഷ്യവസ്തുക്കളുടെ വിലയിലുണ്ടായ വർധനവ് ലോകമെമ്പാടുമുള്ള കുടുംബങ്ങളെയും വ്യവസായങ്ങളെയും ബാധിക്കുന്നുണ്ടെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. ഫെബ്രുവരി 27-ന് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഹോർമൂസിനും സമീപ മേഖലയിലുമായി വാണിജ്യ കപ്പലുകൾക്ക് നേരെ 23 നേരിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായി. ഇതിൽ 11 കപ്പൽ ജീവനക്കാർ കൊല്ലപ്പെട്ടതായും ഷിപ്പിംഗ് ഡേറ്റ സ്ഥാപനമായ ലോഡ്സ് ലിസ്റ്റ് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുന്നു. കടലിടുക്കിലൂടെയുള്ള ഗതാഗതം വളരെയേറെ കുറഞ്ഞു. ഇറാനിയൻ എണ്ണ കൊണ്ടുപോകുന്ന കപ്പലുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത്. ആർക്കെല്ലാം കടന്നുപോകാം എന്നത് സംബന്ധിച്ച് ഇറാൻ പരിശോധന നടത്തുകയാണ് എന്ന് ലോഡ്സ് റിപ്പോർട്ടിൽ പറയുന്നു. 40-ലധികം രാജ്യങ്ങൾ പങ്കെടുത്ത യോഗത്തിൽ കടലിടുക്ക് സുരക്ഷിതമായി വീണ്ടും തുറക്കുന്നത് ഉറപ്പാക്കുന്നതിനുള്ള നയതന്ത്രപരവും ആഗോളതലത്തിലുള്ളതുമായ ആസൂത്രണ നടപടികൾ ചർച്ച ചെയ്തതായി
യുദ്ധത്തിൽ കുടുങ്ങിയ 2000 കപ്പലുകളിലെ 20,000 നാവികരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ ചർച്ച ചെയ്തതായും കൂപ്പർ പറഞ്ഞു. US-ന്റെ ഒരു F-35 യുദ്ധവിമാനം കൂടി വെടിവെച്ചിട്ടതായി അവകാശപ്പെട്ട് ഇറാൻ. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തതിന്റെ ചിത്രങ്ങൾ ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. പൈലറ്റ് കൊല്ലപ്പെട്ടതായാണ് വിവരം. സംഭവത്തിൽ US പ്രതികരണം നടത്തിയിട്ടില്ല. തങ്ങളുടെ പുതിയ നൂതന പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് സെൻട്രൽ ഇറാനിലെ ആകാശത്ത് വെച്ച് F-35 യുദ്ധവിമാനം തകർത്തതായി IRGC അറിയിച്ചു. US-ന്റെ ഒരു F-35 യുദ്ധവിമാനം കൂടി വെടിവെച്ചിട്ടതായി ഇറാൻ അവകാശപ്പെട്ടതിനു പിന്നാലെ അതിക്രമിച്ചു കടന്ന US യുദ്ധവിമാനം പൂർണ്ണമായും നശിപ്പിക്കപ്പെടുകയും തകർന്നു വീഴുകയും ചെയ്തതായി IRGC പ്രസ്താവനയിൽ വ്യക്തമാക്കി. പൈലറ്റിനെ കുറിച്ച് വിവരം ലഭിച്ചിട്ടില്ല. കൊല്ലപ്പെട്ടിരിക്കാനാണ് കൂടുതൽ സാധ്യതയെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇറാനുമായുള്ള യുദ്ധത്തിനിടെ നേരത്തെ US-ന് ഒരു F-35 വിമാനം വെടിവെച്ചിട്ടതായി IRGC അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനോട് US പ്രതികരിച്ചിരുന്നില്ല. ഇതിനിടെ 12 മണിക്കൂറിനുള്ളിൽ 2 US യുദ്ധവിമാനങ്ങൾ തകർത്തതായി ഇറാൻ അവകാശപ്പെട്ടുവെങ്കിലും ആദ്യ സംഭവം US സെൻട്രൽ കമാൻഡ് തെറ്റായ അവകാശവാദമാണെന്ന് പ്രതികരിച്ചിട്ടുണ്ട്. റഡാറുകൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത US-ന്റെ ഏറ്റവും നൂതനമായ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളിൽ ഒന്നാണ് F-35 വിമാനങ്ങൾ. ചെലവിലുണ്ടായ വലിയ വർധന മൂലം UK-യിലെ ഹോട്ടൽ, പബ്, റെസ്റ്റോറന്റ് മേഖലകൾ വലിയ പ്രതിസന്ധിയിലേക്ക്. സർക്കാരിന്റെ നികുതി വർധനയും കുറഞ്ഞ വേതന വർധനയും കാരണം ചെലവുകൾ കുത്തനെ ഉയർന്നതോടെ 64% സ്ഥാപനങ്ങൾ ജീവനക്കാരെ കുറയ്ക്കാൻ പദ്ധതിയിടുന്നതായാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. 42% സ്ഥാപനങ്ങൾ പ്രവർത്തന സമയം കുറയ്ക്കാനും 1/7 സ്ഥാപനം പൂർണ്ണമായും അടയ്ക്കേണ്ടി വരുമെന്നുമുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തുവരുന്നത്. UK-യിലെ പ്രവാസി സമൂഹം മുന്നോട്ട് പോകുന്നത് വലിയ ആശങ്കയും. പശ്ചിമേഷ്യൻ യുദ്ധം UK-യിലെ ജനജീവിതത്തെയും അതിഗുരുതര പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. സർക്കാരിന്റെ നികുതി വർധനയും കുറഞ്ഞ വേതന വർധനയും കാരണം ചെലവുകൾ കുത്തനെ ഉയർന്നതോടെ 64% സ്ഥാപനങ്ങൾ ജീവനക്കാരെ കുറയ്ക്കാൻ പദ്ധതിയിടുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ പുതിയ ബിസിനസ് റേറ്റുകളും ഉയർന്ന വേതന ചെലവുകളും പ്രാബല്യത്തിൽ വന്നതോടെ മേഖലയ്ക്ക് വലിയ സാമ്പത്തിക സമ്മർദ്ദമാണ് നേരിടേണ്ടി വരുന്നത്. നിരവധി UK മലയാളികളാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത്. ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ സംഘടനകൾ ചേർന്ന് നൽകിയ പ്രതികരണത്തിൽ ഈ മേഖലയിലെ നികുതി ഭാരം ഏറ്റവും കൂടുതലാണെന്നും അത് സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന നിലയിലാണെന്നും ആരോപിച്ചു. ദേശീയ വേതനവും മിനിമം വേതനവും ഉയർന്നതോടെ മാത്രം ഏകദേശം 1.4 ബില്യൺ പൗണ്ട് അധിക ചെലവ് ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. ബിസിനസ് റേറ്റുകളിലെ മാറ്റം മൂലം ഇംഗ്ലണ്ടിലെ ശരാശരി ഹോട്ടലിന് 30% വരെ മില്യൺ സഹായം പ്രഖ്യാപിച്ചുവെങ്കിലും അതിന് മേഖലയിലെ ആശങ്കകൾ പൂർണ്ണമായി കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനു പുറമെ മിഡിൽ ഈസ്റ്റിലെ സംഘർഷം മൂലം ഊർജ്ജ ചെലവ് കൂടാനുള്ള സാധ്യതയും ബിസിനസ്സുകളെ ആശങ്കപ്പെടുത്തുന്നു. തൊഴിൽ ചെലവ്, സപ്ലൈ ചെയിൻ പ്രശ്നങ്ങൾ, ഊർജ്ജ ചെലവ് എന്നിവയാണ് അടുത്ത വർഷങ്ങളിൽ പ്രധാന വെല്ലുവിളികളായി കണക്കാക്കുന്നത്. അതേസമയം G7 രാജ്യങ്ങളിൽ സ്വകാര്യ നിക്ഷേപ നിരക്കിൽ UK-യുടെ സ്ഥാനം പരിതാപകരമാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ബിസിനസ് മേധാവികളുടെ ആത്മവിശ്വാസം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാമെന്ന ആശങ്കയാണ് ഈ രംഗത്തെ വിദഗ്ധർ പങ്കുവയ്ക്കുന്നത്. US-ഉം ഇസ്രയേലും ഇറാനിൽ നടത്തുന്ന യുദ്ധത്തിന്റെ അനന്തരഫലം ബ്രിട്ടനിലെ അടുക്കളകളിലേക്കും എനർജി ബില്ലുകളുടെ രൂപത്തിൽ വന്നെത്തുകയാണ്. ഇറാൻ യുദ്ധം മൂലം ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്ക് വഴിയൊരുങ്ങുന്നുവെന്ന് മുന്നറിയിപ്പുകൾക്കിടെ എനർജി ബില്ലുകൾ സമ്മറിൽ 440 പൗണ്ട് വർദ്ധിക്കാൻ സാധ്യത തെളിയുന്നു. ജൂലൈയിൽ ശരാശരി ബില്ലുകൾ 2100 പൗണ്ടിലേക്ക് വർദ്ധിക്കുന്ന ആഘാതം നേരിടാൻ കുടുംബങ്ങൾ തയ്യാറായിരിക്കണമെന്നാണ് റെസല്യൂഷൻ ഫൗണ്ടേഷന്റെ മുന്നറിയിപ്പ്. യുദ്ധം മൂലം എനർജി വിതരണത്തെ ബാധിക്കുന്ന തുടർന്നാൽ ഈ സ്ഥിതി സംജാതമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. US-ഉം ഇസ്രയേലും ഇറാനിൽ നടത്തുന്ന യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ ലോകം മുഴുവൻ വലയുമ്പോൾ UK-യുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. പല മേഖലയിലും വിലവർദ്ധനവ് സാധാരണക്കാരുടെ ജീവിതം വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നതിനിടയിലാണ് എനർജി ബില്ലുകൾ സമ്മറിൽ 440 പൗണ്ട് വർദ്ധിക്കാൻ സാധ്യത എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. യുദ്ധത്തിന് പരിസമാപ്തി കുറിക്കാൻ തയ്യാറായാൽ എണ്ണ, ഗ്യാസ് വിതരണം സാധാരണ നിലയിലേക്ക് മടങ്ങാം. ഇത് സംഭവിച്ചാൽ പോലും പ്രൈസ് ക്യാപ്പ് ചുരുങ്ങിയത് 130 പൗണ്ടെങ്കിലും വർദ്ധിക്കുമെന്നും റെസല്യൂഷൻസ് ഫൗണ്ടേഷൻ വ്യക്തമാക്കുന്നു. ജീവിത ചെലവ് പ്രതിസന്ധിയിൽ നിന്നും ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് മോചനം കിട്ടിയിട്ടില്ല. ഇപ്പോൾ മറ്റൊരു പുതിയ പ്രൈസ് ഷോക്ക് കൂടി വരികയാണ്. ഇക്കണോമിസ്റ്റ് ലളിത ട്രൈ ഇങ്ങനെയാണ് അവകാശപ്പെട്ടത്. ഇതിനിടെ ലോകബാങ്കും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും ഇന്റർനാഷണൽ എനർജി ഏജൻസിയും സംയുക്ത പ്രസ്താവന ഇറക്കി. യുദ്ധത്തിന്റെ പരിണിത ഫലമായി ഊർജ്ജ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നാണ് സംയുക്ത പ്രസ്താവന മുന്നറിയിപ്പ് നൽകുന്നത്. ഊർജ്ജക്ഷാമം പണപ്പെരുപ്പത്തിനും പലിശ നിരക്ക് വർധനയ്ക്കും വളർച്ച കുറയാനും കാരണമാകുമെന്നും അവർ വ്യക്തമാക്കി. UK-യിൽ സബ്സ്ക്രിപ്ഷൻ റദ്ദാക്കൽ എളുപ്പമാക്കുകയും അനാവശ്യ ഓട്ടോ റിന്യൂവലുകളിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിനായി പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമെന്ന് സർക്കാർ അറിയിച്ചു. സബ്സ്ക്രിപ്ഷൻ ട്രാപ്പുകൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുന്നതിലൂടെ ശരാശരി വ്യക്തിക്ക് വർഷത്തിൽ ഏകദേശം 170 പൗണ്ട് വരെ ലാഭിക്കാനാകുമെന്നാണ് ബിസിനസ് ആൻഡ് ട്രേഡ് വകുപ്പിന്റെ വിലയിരുത്തൽ. ഉപഭോക്താക്കൾക്ക് ഇനി സബ്സ്ക്രിപ്ഷൻ റദ്ദാക്കാൻ നിരന്തര ഫോൺ കോളുകൾ ചെയ്യേണ്ട സാഹചര്യം ഒഴിവാക്കും. UK-യിൽ സബ്സ്ക്രിപ്ഷൻ റദ്ദാക്കൽ എളുപ്പമാവുകയും അനാവശ്യ ഓട്ടോ റിന്യൂവലുകളിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിനായി കൊണ്ടുവരുന്ന പുതിയ നിയമങ്ങൾ പ്രകാരം ഒരു ഫ്രീ ട്രയൽ കാലാവധി അവസാനിച്ചതിനു ശേഷമോ വാർഷിക സബ്സ്ക്രിപ്ഷൻ സ്വയമേ പുതുക്കുമ്പോഴോ ഉപഭോക്താക്കൾക്ക് 14 ദിവസത്തെ കൂളിംഗ് ഓഫ് കാലയളവ് ലഭിക്കും.
ഈ സമയത്തിനുള്ളിൽ സബ്സ്ക്രിപ്ഷൻ റദ്ദാക്കിയാൽ പൂർണ്ണമായോ ആനുപാതികമായോ റീഫണ്ട് ലഭിക്കും. കൂടാതെ സബ്സ്ക്രിപ്ഷൻ റദ്ദാക്കൽ ഒരു ക്ലിക്കിൽ നടത്താനാകുന്ന രീതിയിലേക്ക് സംവിധാനങ്ങൾ മാറ്റണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. കമ്പനികൾ ഉപഭോക്താക്കളെ അറിയിക്കാതെ ചെലവേറിയ കരാറുകളിലേക്ക് ചേർക്കുന്ന പ്രവണത അവസാനിപ്പിക്കുന്നതിനായി മുൻകൂട്ടി വ്യക്തമായ വിവരങ്ങൾ നൽകുന്നത് നിർബന്ധമാക്കും. ഫ്രീ ട്രയൽ അവസാനിക്കുമ്പോഴും 1 വർഷമോ അതിലധികമോ ദൈർഘ്യമുള്ള കരാറുകൾ പുതുക്കാനിരിക്കുമ്പോഴും ഉപഭോക്താക്കൾക്ക് നിർബന്ധമായും ഓർമ്മപ്പെടുത്തലുകൾ നൽകണം. പുതിയ നിയമങ്ങൾ 2027 പ്രാബല്യത്തിൽ വരുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറ്റോർണി ജനറൽ പാം ബോണ്ടിയെ പുറത്താക്കി. പ്രസിഡന്റിന്റെ ലക്ഷ്യങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതും ജെഫ്രി എപ്സ്റ്റൈൻ ഫയലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ തെറ്റായി കൈകാര്യം ചെയ്തുവെന്ന പ്രസിഡന്റിന്റെയും ഉപദേശകരുടെയും വീക്ഷണവുമാണ് പുറത്താക്കലിന് കാരണമായത് എന്നാണ് സൂചന. പാം ബോണ്ടി 1 വർഷമായി അറ്റോർണി ജനറലായി പ്രവർത്തിക്കുന്നുണ്ട്. മികച്ച അമേരിക്കൻ ദേശസ്നേഹിയായ പാം ബോണ്ടി സ്വകാര്യ മേഖലയിലെ വളരെ ആവശ്യമുള്ളതും പ്രധാനപ്പെട്ടതുമായ പുതിയ ജോലിയിലേക്ക് മാറുമെന്ന് പ്രസിഡന്റ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അവരുടെ പുതിയ ജോലിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അദ്ദേഹം നൽകിയില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതും ജെഫ്രി എപ്സ്റ്റൈൻ ഫയലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെറ്റായി കൈകാര്യം ചെയ്തുവെന്നതും ആരോപിച്ച് അറ്റോർണി ജനറൽ പാം ബോണ്ടിയെ പുറത്താക്കി. പാം ബോണ്ടിയെ കുറിച്ചുള്ള പ്രസിഡന്റിന്റെയും ഉപദേശകരുടെയും വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കഴിഞ്ഞ വർഷം നീതിന്യായ വകുപ്പിന്റെ 2ാം റാങ്കിലേക്ക് ഉയർത്തിയ ട്രംപിന്റെ മുൻ വ്യക്തിഗത അഭിഭാഷകനായ ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ ടോഡ് ബ്ലാഞ്ച് ആക്ടിംഗ് അറ്റോർണി ജനറലായി ചുമതലയേൽക്കും. പാം ബോണ്ടിനെ വകുപ്പിനെ ശക്തിയോടെയും ബോധ്യത്തോടെയും നയിച്ചുവെന്നും അവരുടെ നേതൃത്വത്തിനും സൗഹൃദത്തിനും താൻ നന്ദിയുള്ളവനാണെന്നും ബ്ലാഞ്ച് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞു. നീതിന്യായ വകുപ്പിൽ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലായിരുന്നു ബോണ്ടി അധ്യക്ഷനായത്. ചരിത്രപരമായി പ്രസിഡന്റിന്റെ സ്വാധീനത്തിൽ നിന്ന് സ്വതന്ത്രമായി പ്രവർത്തിച്ചിരുന്ന ഒരു ഏജൻസി ട്രംപിന്റെ മുൻഗണനകൾ നിറവേറ്റുന്നതിനായി അവർ പ്രവർത്തിച്ചു. ട്രംപിന്റെ ആദ്യ ടൈമിലെ അറ്റോർണി ജനറൽ സ്വീകരിക്കാൻ വിസമ്മതിച്ച നടപടികൾ അവർ സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ ശത്രുക്കളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയും 2020 തിരഞ്ഞെടുപ്പിൽ മുൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ബന്ധപ്പെട്ട തെളിവുകൾ തേടുകയും ചെയ്തു. സമീപ വർഷങ്ങളിൽ ട്രംപിനെയും അദ്ദേഹത്തിന്റെ സഖ്യകക്ഷികളെയും അന്വേഷിച്ച നിരവധി പ്രോസിക്യൂട്ടർമാരെയും മറ്റ് ജീവനക്കാരെയും നിർബന്ധിതമായി പുറത്താക്കുകയും ചെയ്തത് ബോണ്ടിയുടെ മേൽനോട്ടത്തിലായിരുന്നു. എങ്കിലും മാസങ്ങളായി ട്രംപിനെ പാം ബോണ്ടിയെ കുറിച്ച് പരാതിയായിരുന്നു. ബോണ്ടി ദുർബലയും ഫലപ്രദയല്ല എന്നും പറഞ്ഞ ട്രംപ് എതിരാളികളായി താൻ കണ്ടവർക്കെതിരെ ക്രിമിനൽ കേസുകൾ കൊണ്ടുവരാൻ വളരെ സാവധാനത്തിലാണ് നീങ്ങിയതെന്നും പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറ്റോർണി ജനറൽ പാം ബോണ്ടിയെ പദവിയിൽ നിന്ന് നീക്കിയതിന് പിന്നാലെ FBI ഡയറക്ടർ കാഷ് പട്ടേലിനെയും പുറത്താകാൻ സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ടുകൾ ശക്തമാകുന്നു. മുൻ FBI ഏജന്റ് കൈൽ സെറാഫിൻ ഒരു അഭിമുഖത്തിൽ ഇന്നു തന്നെ കാഷ് പട്ടേൽ പുറത്താകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതോടെ ഭരണകൂടത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്ന വിലയിരുത്തൽ ശ്രദ്ധേയമാവുകയാണ്. അറ്റോർണി ജനറൽ പാം ബോണ്ടിയെ പദവിയിൽ നിന്ന് നീക്കിയതിനു പിന്നാലെ FBI ഡയറക്ടർ കാഷ് പട്ടേലിനെയും പുറത്താകാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ ശക്തമാകുന്നതിനിടെ പട്ടേലിനെതിരെ സമ്മർദ്ദം കൂടുന്നതായും സൂചനയുണ്ട്. ട്രംപിന്റെ 2020 തിരഞ്ഞെടുപ്പ് ഇടപെടൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടപടി നേരിട്ട 3 മുൻ FBI ഏജന്റുമാർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. മൈക്കൽ ബാൾ, ജെമി ഗഡ്മാൻ, ബ്ലെയർ തോൾമാൻ എന്നിവരാണ് കേസ് നൽകിയിരിക്കുന്നത്. തങ്ങളെ അന്യായമായി പിരിച്ചുവിട്ടെന്നും ഇത് പ്രതികാര നടപടിയാണെന്നും ഇവർ ആരോപിക്കുന്നു. കഴിഞ്ഞ 1 വർഷത്തിനിടെ നിരവധി ഏജന്റുമാരെ പിരിച്ചുവിട്ട നടപടി വിവാദമായിരുന്നു. ട്രംപുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിൽ പങ്കെടുത്തവരെയോ ഭരണകൂട നയങ്ങളോട് യോജിക്കാത്തവരെയോ ലക്ഷ്യമിട്ടാണ് നടപടി നടന്നതെന്ന ആരോപണവുമുണ്ട്. അതേസമയം അറ്റോർണി ജനറൽ സ്ഥാനത്തേക്ക് പകരക്കാരനായി ലീ സെൽഡിംഗിന്റെ പേരും പരിഗണനയിലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. കൂടാതെ ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബ്ബാർഡിനെയും മാറ്റുന്നതിനെ കുറിച്ചും ട്രംപ് ചർച്ച നടത്തിയതായി വിവരം ലഭിക്കുന്നു. ഭരണകൂടത്തിൽ തുടർച്ചയായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് സൈനിക മേധാവി ജനറൽ റാൻഡി ജോർജിനോട് ഉടൻ വിരമിക്കാൻ നിർദ്ദേശിച്ചതായി റിപ്പോർട്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഹെക്സത്തും പിന്തുടരുന്ന നയങ്ങളോട് പൊരുത്തപ്പെടുന്ന പുതിയ നേതൃത്വമാണ് ആവശ്യമായതെന്നാണ് വിലയിരുത്തൽ. 2023 നിയമിതനായ ജോർജിന്റെ കാലാവധി സാധാരണ നിലയിൽ 2027 വരെ നീളേണ്ടതായിരുന്നു. എന്നാൽ പുതിയ തീരുമാനം അദ്ദേഹത്തിന്റെ കാലാവധിയെ ചുരുക്കാൻ ഇടയാക്കുന്നു. വെസ്റ്റ് പോയിന്റിൽ നിന്ന് 1988 സൈന്യത്തിൽ പ്രവേശിച്ച ജോർജ് ഗൾഫ് യുദ്ധം, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ മേഖലകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് സൈനിക മേധാവി ജനറൽ റാൻഡി ജോർജിനോട് ഉടൻ വിരമിക്കാൻ നിർദ്ദേശിച്ചതായി റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ ജോർജിന്റെ പകരക്കാരനായി നിലവിലെ വൈസ് ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ ക്രിസ്റ്റഫർ ലാനെവിന്റെ പേരാണ് പരിഗണനയിൽ. മുൻപ് 82ാം എയർബോൺ ഡിവിഷൻ കമാൻഡറായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഹെക്സത്ത് ഇതിനകം തന്നെ നിരവധി മുതിർന്ന സൈനിക നേതാക്കളെ പദവിയിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ CQ ബ്രൗൺ, നാവികസേനാ മേധാവി അഡ്മിറൽ ലിസ ഫ്രാൻകിറ്റി, എയർഫോഴ്സ് വൈസ് ചീഫ് ജനറൽ ജെയിംസ് സ്ലിഫ്റ്റി, പ്രതിരോധ ഇന്റലിജൻസ് ഏജൻസി മേധാവി ലഫ്റ്റനന്റ് ജനറൽ ജെഫ്രി ക്രൂസ് എന്നിവരും ഇതിനകം നീക്കം ചെയ്യപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. നാഷ്വില്ലിൽ നടന്ന ഹെലികോപ്റ്റർ സംഭവവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ ഈ നടപടി ശ്രദ്ധേയമാണ്. എന്നിരുന്നാലും ജോർജിനോട് വിരമിക്കാൻ ആവശ്യപ്പെട്ടത് ആ സംഭവവുമായി ബന്ധപ്പെട്ടതല്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പെന്റഗണിൽ നേതൃത്വ മാറ്റങ്ങൾ തുടരുമെന്ന സൂചനയായി പുതിയ നീക്കം വിലയിരുത്തപ്പെടുന്നു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 122.59 ഇന്ത്യൻ രൂപ.
ഒരു പൗണ്ട് 1.15 യൂറോ. ഒരു US$ 92.65 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 106.9 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.32 US$. ഒരു കനേഡിയൻ ഡോളർ 66.54 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്ന് ബ്രിട്ടൻ വിളിച്ചു ചേർത്ത 60 രാജ്യങ്ങളുടെ യോഗത്തിൽ ആവശ്യപ്പെട്ട് ഇന്ത്യ. ഗൾഫിലെ വ്യാപാര കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ നാവികരെ നഷ്ടപ്പെട്ട ഒരേയൊരു രാജ്യം ഇന്ത്യയാണെന്ന് രാജ്യത്തെ പ്രതിനിധീകരിച്ച വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ചൂണ്ടിക്കാട്ടി. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള സാഹചര്യം ഒരുക്കാനാണ് ബ്രിട്ടൻ രാജ്യങ്ങളുടെ യോഗം വിളിച്ചത്. ഇതിൽ US പങ്കെടുത്തില്ല. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള ഗതാഗത സ്വാതന്ത്ര്യത്തിന്റെയും സുഗമമായ സഞ്ചാരത്തിന്റെയും പ്രാധാന്യം യോഗത്തിൽ ഇന്ത്യ ഊന്നിപ്പറഞ്ഞു. ബ്രിട്ടൻ വിളിച്ചു ചേർത്ത 60 രാജ്യങ്ങളുടെ യോഗത്തിൽ ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇന്ത്യ ശക്തമായി പ്രതികരിച്ചത്. അമേരിക്ക-ഇറാൻ യുദ്ധം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയിൽ ഉണ്ടാക്കിയ വെല്ലുവിളികളെ കുറിച്ച് മിസ്രി സംസാരിച്ചു. ഗൾഫിലെ വ്യാപാര കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ നാവികരെ നഷ്ടപ്പെട്ട ഏക രാജ്യം ഇന്ത്യയാണ് എന്നതാണ് വസ്തുത. ഈ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തുകടക്കുന്നതിനുള്ള വഴി സംഘർഷം ലഘൂകരിക്കുകയും ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും നയതന്ത്രത്തിന്റെയും സംഭാഷണത്തിന്റെയും വഴിയിലേക്ക് മടങ്ങി വരിക എന്നതുമാണ് എന്ന് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി യോഗത്തിൽ പറഞ്ഞു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ 3 നാവികർ ഉൾപ്പെടെ 8 ഇന്ത്യക്കാരാണ് പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത്. വനിതാ സംവരണം അടുത്ത പൊതുതിരഞ്ഞെടുപ്പിന് മുൻപേ നടപ്പാക്കാൻ ആവശ്യമായ ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കാൻ പാർലമെന്റ് സമ്മേളനം ഈ മാസം 16 വീണ്ടും ചേരും. ബജറ്റ് സമ്മേളനത്തിന് തുടർച്ചയായാണ് സമ്മേളനം ചേരുന്നത്. അതിനാൽ നിശ്ചയിച്ച ഷെഡ്യൂൾ പ്രകാരം ബജറ്റ് സമ്മേളനം അവസാനിക്കേണ്ടിയിരുന്ന വ്യാഴാഴ്ച ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞില്ല. 16 മുതൽ 18 വരെ 3 ദിവസമാകും സമ്മേളനം. വനിതാ സംവരണം അടുത്ത പൊതുതിരഞ്ഞെടുപ്പിന് മുൻപേ നടപ്പാക്കാൻ ആവശ്യമായ ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കാൻ ഈ മാസം 16 പാർലമെന്റ് സമ്മേളനം വീണ്ടും ചേരുമ്പോൾ 16 മുതൽ 18 വരെ സമ്മേളനം നടക്കുന്ന 3 ദിവസങ്ങളിൽ ചോദ്യോത്തരവേളയും ശൂന്യവേളയും ഉണ്ടാകില്ല എന്ന് ലോക്സഭയിൽ സ്പീക്കർ ഓം ബിർള വ്യക്തമാക്കി. 2023 പാർലമെന്റ് പാസാക്കിയ വനിതാ സംവരണ നിയമമനുസരിച്ച് അടുത്ത സെൻസസ് പ്രകാരമുള്ള മണ്ഡല പുനർവിഭജനം പൂർത്തിയാക്കിയ ശേഷമേ വനിതാ സംവരണം നിശ്ചയിക്കാനാവൂ. ഇത് മാറ്റിയെടുക്കാനാണ് പുതിയ ഭരണഘടനാ ഭേദഗതി ബിൽ കൊണ്ടുവരുന്നത്. പകരം 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർവിഭജനം നടത്തി 33% വനിതാ സംവരണം നിശ്ചയിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 540 നിന്ന് 816 ആകും. ഇതിൽ വനിതകളുടെ എണ്ണം 273 ആയിരിക്കും. ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കുന്നതിന് പാർലമെന്റിൽ കേവല ഭൂരിപക്ഷവും മൊത്തം ഹാജരായ അംഗങ്ങളിൽ 2/3 ഭൂരിപക്ഷവും വേണം. അതേസമയം അടുത്ത ജനസംഖ്യാ കണക്കെടുപ്പ് പ്രക്രിയയിലേക്ക് കടന്നുകഴിഞ്ഞ സ്ഥിതിക്ക് അത് പൂർത്തിയായ ശേഷമേ പുതിയ മണ്ഡല പുനർവിഭജന കമ്മിറ്റി രൂപീകരിക്കാനാവൂ എന്നാണ് ഭരണഘടനാ ചട്ടമെന്ന് ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ PTP ആചാരി പറഞ്ഞു. അതിനു മുൻപ് പുനർനിർണയം നടത്തണമെങ്കിൽ സെൻസസ് വിജ്ഞാപനം പിൻവലിക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിനിമയ വിപണിയിൽ ഊഹക്കച്ചവടം ഒഴിവാക്കാനുള്ള റിസർവ് ബാങ്ക് നടപടികൾ ഫലം കാണും. വ്യാഴാഴ്ച ഡോളറുമായുള്ള വിനിമയത്തിൽ മൂല്യം കുതിച്ചു കയറി ഇന്ത്യൻ രൂപ. ഡോളർ ഒന്നിന് 156 പൈസയുടെ നേട്ടവുമായി 93.14 രൂപയിലാണ് രൂപ വ്യാപാരം നിർത്തിയത്. 2013 സെപ്റ്റംബറിന് ശേഷം രൂപയുടെ മൂല്യത്തിൽ ഒറ്റ ദിവസം ഉണ്ടാകുന്ന ഏറ്റവും വലിയ വർധനയാണ് ഇത്. ഒറ്റ ദിവസം മൂല്യത്തിൽ ഇത്രയും വർധനയുണ്ടാകുന്നത് അപൂർവമായാണ്. ഡോളറുമായുള്ള വിനിമയത്തിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുതിച്ചു കയറിയതോടെ രാവിലെ ഡോളർ ഒന്നിന് 94.62 രൂപ എന്ന നിലയിലാണ് വിനിമയ വിപണി തുറന്നത്. തുടർന്ന് വ്യാപാരത്തിന്റെ 188 പൈസയുടെ നേട്ടവുമായി 92.82 രൂപ വരെ മൂല്യം കുതിച്ചുയർന്നു. എന്നാൽ അവസാന സമയത്ത് ചെറിയ തോതിൽ തിരിച്ചിറങ്ങി. ഒടുവിൽ 156 പൈസയുടെ നേട്ടവുമായി 93.14 രൂപയിൽ വ്യാപാരം അവസാനിപ്പിക്കുകയായിരുന്നു. ഡോളർ ഒന്നിന് 94.7 രൂപ എന്ന നിരക്കിലായിരുന്നു കഴിഞ്ഞ ദിവസം രൂപ വ്യാപാരം നിർത്തിയത്. അതേസമയം ഡോളർ കൂടുതൽ കരുത്താർജിക്കുന്നതും ഓഹരി വിപണിയിൽ നിന്നും കടപ്പത്ര വിപണിയിൽ നിന്നും വിദേശ നിക്ഷേപകർ പിൻവലിക്കുന്നതും രൂപയ്ക്കുമേൽ കടുത്ത സമ്മർദ്ദമുണ്ടാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവില വർധനയാണ് രൂപയെ ദുർബലമാക്കുന്ന മറ്റൊരു ഘടകം. വിനിമയ വിപണി സുസ്ഥിരമാക്കാൻ അസാധാരണ നിയന്ത്രണങ്ങളാണ് റിസർവ് ബാങ്ക് നടപ്പിലാക്കുന്നത്. തൊട്ടു മുൻ വ്യാപാര ദിനങ്ങളിൽ ഡോളർ ഒന്നിന് ചരിത്രത്തിൽ ആദ്യമായി 95.21 രൂപ വരെ എത്തിയിരുന്നു. ഇതേ തുടർന്നാണ് കർശന നടപടികളുമായി റിസർവ് ബാങ്ക് രംഗത്ത് വന്നത്. ബാങ്കുകളുടെ ദൈനംദിന ഡോളർ നീക്കിയിരിപ്പ് പരിധി 10 കോടി ഡോളറിന് താഴെയാക്കാൻ റിസർവ് ബാങ്ക് ബാങ്കുകളോട് നിർദ്ദേശിക്കുകയായിരുന്നു. വിദേശ കറൻസികളുമായുള്ള വിനിമയത്തിനായി ബാങ്കുകൾ ദിവസവും ഡോളർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു വ്യാപാര ദിനത്തിൽ ബാങ്കുകളുടെ കൈവശം വിൽക്കാതെ ബാക്കിയാകുന്ന ഡോളറിന്റെ പരിധിയാണിത്. ഇതുവരെ ബാങ്കുകളുടെ മൂലധനത്തിന്റെ 25% വരെ ഇങ്ങനെ സൂക്ഷിക്കാൻ കഴിയുമായിരുന്നു. പിന്നാലെ ഫോർവേഡ് പൊസിഷനിലുള്ള ഡോളർ നീക്കിയിരിപ്പ് ആഭ്യന്തര വിദേശ ക്ലയന്റുകൾക്ക് നൽകുന്നതിനും നിയന്ത്രണം കൊണ്ടുവന്നു. ഊഹക്കച്ചവടക്കാരെയും വിനിമയ വിപണിയിൽ അസ്വാഭാവികമായി ഇടപെടുന്നവരെയും നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ഈ നടപടികൾ. ഇതാണ് വ്യാഴാഴ്ച രൂപയ്ക്ക് നേട്ടമുണ്ടാക്കി കൊടുത്തത്. ആഭ്യന്തര വിമാനങ്ങളിലെ ആകെ സീറ്റുകളിൽ 60% അധിക ചാർജ് ഈടാക്കാതെ യാത്രക്കാർക്ക് തിരഞ്ഞെടുക്കാൻ അവസരം നൽകണമെന്ന പുതിയ വ്യവസ്ഥ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. വിമാന കമ്പനികളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് തീരുമാനം.
വ്യവസ്ഥ ഏപ്രിൽ 20-ന് പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് പിൻവാങ്ങൽ. ഇൻഡിഗോ, എയർ ഇന്ത്യ, സ്പേസ് ജെറ്റ് എന്നിവ അംഗങ്ങളായ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എയർലൈൻസ്, ആകാശ എയർലൈൻ എന്നിവയുടെ നീക്കം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചിരുന്നു. ആഭ്യന്തര വിമാനങ്ങളിലെ ആകെ സീറ്റുകളിൽ 60% അധിക ചാർജ് ഈടാക്കാതെ യാത്രക്കാർക്ക് തിരഞ്ഞെടുക്കാൻ അവസരം നൽകണമെന്ന പുതിയ വ്യവസ്ഥ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. ആഭ്യന്തര വിമാനങ്ങളിലെ ആകെ സീറ്റുകളിൽ 60% അധിക ചാർജ് ഈടാക്കിയാൽ വിമാനക്കൂലി അടക്കം ഇത് ബാധിക്കുമെന്നും വിമാന കമ്പനികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതെല്ലാം പരിഗണിച്ചാണ് നീക്കം പിൻവലിച്ചത്. ഒരേ PNR നമ്പറിൽ യാത്ര ചെയ്യുന്നവർക്ക് അടുപ്പിച്ചുള്ള സീറ്റുകൾ അനുവദിക്കണമെന്ന നിർദ്ദേശത്തിന് മാറ്റമില്ല. നിലവിൽ പല വിമാന കമ്പനികളും ഓൺലൈൻ ചെക്ക് ഇൻ സമയത്ത് 20% താഴെ സീറ്റുകൾ മാത്രമാണ് സൗജന്യമായി തിരഞ്ഞെടുക്കാൻ അനുവദിക്കുന്നത്. 150 രൂപ മുതൽ 2000 രൂപ വരെയാണ് പല വിമാന കമ്പനികളും ഈടാക്കുന്നത്. സീറ്റ് സെലക്ട് ചെയ്യാത്തവർക്ക് വിമാന കമ്പനി അവസാന നിമിഷം ഓട്ടോമാറ്റിക്കായി അനുവദിക്കുകയാണ് രീതി. ഇതിനെതിരെ പരാതികൾ ഉയർന്നതോടെയാണ് പുതിയ വ്യവസ്ഥ കൊണ്ടുവരാൻ ശ്രമിച്ചത്. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് വിവിധ ന്യൂസ് ചാനലുകൾ നടത്തുന്ന പ്രീപോൾ സർവേകളും അഭിപ്രായ സർവേകളും നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. KPCC അംഗം അഡ്വക്കേറ്റ് JS അഖിലാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പരാതി സമർപ്പിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് വിവിധ ന്യൂസ് ചാനലുകൾ നടത്തുന്ന പ്രീപോൾ സർവേകളും അഭിപ്രായ സർവേകളും വോട്ടർമാരുടെ മനോഭാവത്തെയും തിരഞ്ഞെടുപ്പ് ഫലത്തെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും അവ നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിൽ അഡ്വക്കേറ്റ് JS അഖിൽ ചൂണ്ടിക്കാട്ടി. കൂടാതെ ചില വാർത്താ അവതാരകർ നിർദ്ദിഷ്ട മണ്ഡലങ്ങളിൽ ചില സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് പ്രവചിക്കുന്നതിലൂടെ ബാൻഡ് വാഗൺ ഇഫക്ട് സൃഷ്ടിക്കപ്പെടുകയും അനിശ്ചിത വോട്ടർമാരെ ബാധിക്കുകയും ചെയ്യുന്നതായി പരാതിയിൽ പറയുന്നു. ഇത്തരം സർവേകളുടെ പ്രക്ഷേപണവും സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ ബാധിക്കുന്നതാണ് എന്ന് പരാതിയിൽ വ്യക്തമാക്കുന്നു. എക്സിറ്റ് പോളുകൾക്ക് നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും പ്രീപോൾ സർവേകൾക്ക് വ്യക്തമായ നിയന്ത്രണങ്ങൾ ഇല്ല എന്നതൊരു ഗുരുതരമായ നിയമപരമായ വിടവാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രീപോൾ സർവേകളുടെ പ്രക്ഷേപണം നിരോധിക്കുകയോ കർശനമായി നിയന്ത്രിക്കുകയോ ചെയ്യുക, സർവേകളുടെ രീതിയും ധനസ്രോതസ്സുകളും പൂർണ്ണമായി വെളിപ്പെടുത്താൻ മാധ്യമങ്ങളോട് നിർദ്ദേശിക്കുക എന്നീ കാര്യങ്ങളും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന്റെ വിശുദ്ധിയും നിഷ്പക്ഷതയും ഉറപ്പാക്കുന്നതിനായി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് JS അഖിൽ മാധ്യമങ്ങളെ അറിയിച്ചു. പേരാമ്പ്ര നിയമസഭാ മണ്ഡലത്തിലെ LDF പ്രചരണ വാഹനത്തിൽ നടത്തിയ വിവാദ അനൗൺസ്മെന്റുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി TP രാമകൃഷ്ണന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. UDF നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വരണാധികാരി കൂടിയായ ഡെപ്യൂട്ടി കളക്ടർ അജിത് ജോണാണ് നോട്ടീസ് നൽകിയത്. 4 ദിവസം മുൻപ് പേരാമ്പ്രയിലെ LDF പ്രചരണ വാഹനത്തിൽ നിന്ന് ഉയർന്ന ഒരു അനൗൺസ്മെന്റ് ആണ് വിവാദങ്ങൾക്ക് ആധാരം. ഖൗമിലെ അഥവാ സമുദായത്തിലെ കുട്ടിയെ വിജയിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗുകാർ വീടുകളിൽ കയറി പറയുന്നു എന്നതായിരുന്നു അനൗൺസ്മെന്റിന്റെ പ്രധാന ഉള്ളടക്കം. സമുദായത്തിലെ കുട്ടിയെ വിജയിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗുകാർ വീടുകളിൽ കയറി പറയുന്നു എന്ന തരത്തിൽ UDF പ്രചരണം നടത്തുന്നു എന്ന തരത്തിൽ പേരാമ്പ്ര നിയമസഭാ മണ്ഡലത്തിൽ LDF പ്രചരണ വാഹനത്തിൽ നടത്തിയ വിവാദ അനൗൺസ്മെന്റുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി TP രാമകൃഷ്ണന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചതിന് പിന്നാലെ ഇത് വോട്ടർമാർക്കിടയിൽ മതസ്പർദ്ധ വളർത്തുന്നതാണെന്നും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നുമാണ് UDF ആരോപിക്കുന്നത്. വടകരയിലെ കാഫിർ വിവാദത്തിന് സമാനമായ രീതിയിൽ മതവിദ്വേഷം പ്രചരിപ്പിക്കാനും പേരാമ്പ്രയിലെ മതസൗഹാർദ്ദം തകർക്കാനും ഇടതുമുന്നണി ബോധപൂർവ്വം ശ്രമിക്കുന്നുവെന്ന് UDF പരാതിയിൽ പറയുന്നു. എന്നാൽ ഇത്തരമൊരു പ്രചരണം തന്റെ അറിവോടെ അല്ല എന്നും ഇടതുമുന്നണിക്ക് വോട്ട് പിടിക്കാൻ ഇത്തരമൊരു രീതിയുടെ ആവശ്യമില്ല എന്നും TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുമെന്നും ഏത് അന്വേഷണത്തോടും സഹകരിക്കുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. വോട്ടുകൾ സമാഹരിക്കാൻ ഇത്തരം മാർഗങ്ങൾ തന്റെ രീതിയല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF സ്ഥാനാർത്ഥിയായി ഫാത്തിമ തഖ്ലി എത്തിയതോടെ പേരാമ്പ്രയിൽ ശക്തമായ മത്സരം നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. വോട്ടർമാർക്കിടയിൽ ഫാത്തിമ തഖ്ലി ഉണ്ടാക്കുന്ന സ്വാധീനത്തെ അട്ടിമറിക്കാനാണ് ഇടതുമുന്നണി ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നതെന്ന് UDF ആരോപിക്കുന്നു. ഡീൽ ആരോപണം ജനം തള്ളിക്കളയുമെന്ന് മന്ത്രിയും കൊട്ടാരക്കര LDF സ്ഥാനാർത്ഥിയുമായ KN ബാലഗോപാൽ. ഡീൽ ഉണ്ടാക്കുന്നത് UDF ആണെന്നും മുൻകൂർ ജാമ്യം എടുക്കാനാണ് ശ്രമമെന്നും KN ബാലഗോപാൽ പറഞ്ഞു. ഭരണവിരുദ്ധ വികാരമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. റിപ്പോർട്ടർ ചാനലിന്റെ ഇലക്ഷൻ എക്സ്പ്രസിൽ കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാറിനോട് പ്രതികരിക്കുകയായിരുന്നു KN ബാലഗോപാൽ. ഡീൽ ആരോപണം ജനം തള്ളിക്കളയുമെന്ന് പ്രഖ്യാപിച്ച മന്ത്രിയും കൊട്ടാരക്കര LDF സ്ഥാനാർത്ഥിയുമായ KN ബാലഗോപാൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ മണ്ഡലങ്ങളും കിഫ്ബിയുടെ ഗുണം ലഭിച്ചു എന്നും കൂട്ടിച്ചേർത്തു. കൊട്ടാരക്കരയിൽ വൻ വികസന പ്രവർത്തനങ്ങൾ നടത്തി. വിജയപ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികൾ. ധനകാര്യ വകുപ്പും വിജയകരമായി കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നാണ് പ്രതീക്ഷ. UDFന്റെ കാലത്ത് KSRTC കട്ടപ്പുറത്തായിരുന്നു. KSRTCക്ക് ഉൾപ്പെടെ ബജറ്റിൽ പറഞ്ഞതിൽ കൂടുതൽ പണം നൽകിയെന്ന് KN ബാലഗോപാൽ കൂട്ടിച്ചേർത്തു. സാമ്പത്തിക പ്രതിസന്ധി എന്നത് തെറ്റായ പ്രചരണമാണെന്നും KN ബാലഗോപാൽ പറഞ്ഞു. ശമ്പളവും DA കുടിശ്ശികയും നൽകിയെന്നും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഗ്യാരണ്ടി പാലിച്ചില്ല എന്നും KN ബാലഗോപാൽ പറഞ്ഞു. സാമ്പത്തിക പരിമിതിയിലും ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി. CPIMൽ നിന്ന് ഐഷ പോറ്റി മാറിയത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു വികസനവും ഉണ്ടായിട്ടില്ല എന്ന് CPIMൽ നിന്ന് കോൺഗ്രസിലേക്ക് പാർട്ടി മാറിയ UDF സ്ഥാനാർത്ഥി ഐഷ പോറ്റി പറഞ്ഞിരുന്നു. എല്ലാം PR വർക്ക് മാത്രമാണെന്നും പിണറായി വിജയൻ കുറച്ചുകൂടെ സൗമ്യമായി ഇടപെടേണ്ടിയിരുന്നുവെന്നും ഐഷ പോറ്റി പറഞ്ഞു.
തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കരുതെന്നും പാർട്ടി സെക്രട്ടറിയെ പോലെയല്ല മുഖ്യമന്ത്രി സംസാരിക്കേണ്ടതെന്നും ഐഷ പോറ്റി കൂട്ടിച്ചേർത്തു. KN ബാലഗോപാലിന് ഈഗോയാണെന്നും അവഗണിച്ചില്ലെങ്കിൽ ആരെങ്കിലും പാർട്ടി വിടുമോ എന്നും ഐഷ പോറ്റി ചോദിച്ചു. ജനങ്ങളുമായി സമ്പർക്കമുണ്ടാക്കുന്നത് ബാലഗോപാൽ ഭയന്നു. ഇതാണ് അവഗണനയ്ക്ക് കാരണമെന്നും ഐഷ പോറ്റി പറഞ്ഞു. G. സുധാകരനെ വിളിച്ചിരുന്നുവെന്നും പാർട്ടി വിട്ടത് നല്ല തീരുമാനമാണെന്ന് പറഞ്ഞെന്നും ഐഷ പോറ്റി കൂട്ടിച്ചേർത്തു. അധികാരം കിട്ടിയില്ല എങ്കിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ BJP-യിലേക്ക് വരുമെന്ന് കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് എത്തിയ NDA സ്ഥാനാർത്ഥി R. രശ്മി പറഞ്ഞു. അവഗണനകളാണ് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതെന്നും രശ്മി കൂട്ടിച്ചേർത്തു. ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡിനെതിരെ കോടതിയെ സമീപിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു താരം. RCB-യുടെ ശ്രീലങ്കൻ പേസറായ നുവാൻ തുഷാരയാണ് ശ്രീലങ്ക ക്രിക്കറ്റിനെതിരെ കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. IPL-ൽ പങ്കെടുക്കുന്നതിനായി നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകാത്തതിനാലാണ് RCB താരം ശ്രീലങ്ക ക്രിക്കറ്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പങ്കെടുക്കാൻ അനുവദിക്കാത്തതിന് ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡിനെതിരെ കോടതിയെ സമീപിച്ച റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു താരം നുവാൻ തുഷാരയ്ക്ക് SLC നിർദ്ദേശിക്കുന്ന ഫിറ്റ്നസ് കൈവരിക്കാത്തത് കൊണ്ടാണ് NOC നിഷേധിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ കേസിന് പുറമെ വിരമിക്കൽ ഭീഷണിയും തുഷാര ഉയർത്തിയിട്ടുണ്ട്. ശ്രീലങ്ക ക്രിക്കറ്റിന്റെ പ്രസിഡന്റ് ഷമ്മി സിൽവ, സെക്രട്ടറി ബൻഡുല ദിസനായകെ, ട്രഷറർ സജീവ ഗോഡാലിയഡ, CEO ആഷ്ലി ഡി സിൽവ എന്നിവർക്കെതിരെ ലങ്കൻ പേസർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തുഷാര കേസ് ഏപ്രിൽ 9-ന് കൊളംബോ ജില്ലാ കോടതി വാദം കേൾക്കും. മാർച്ച് 31-ന് ലങ്കൻ ക്രിക്കറ്റുമായുള്ള തുഷാരയുടെ കരാർ അവസാനിച്ചിരുന്നു. ഇത് പുതുക്കേണ്ട ആവശ്യമില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് ലങ്കൻ പേസ് താരം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് IPL-ന്റെ ഭാഗമാകാനാണ് പേസ് താരം തയ്യാറെടുക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്രജ്ഞർ യോഗം ചേർന്നു. ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി എവറ്റ് കൂപ്പർ വിളിച്ചു ചേർത്ത യോഗത്തിൽ വെർച്വലായി പങ്കെടുത്തത് ഇന്ത്യയുടെ പ്രതിനിധിയായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി. ഹോർമൂസ് അടച്ചിട്ട ഇറാന്റെ നടപടികൾ ആഗോള സമ്പദ്വ്യവസ്ഥയെ ബന്ധിയാക്കിയെന്ന രൂക്ഷ വിമർശനം ഉന്നയിച്ച് ബ്രിട്ടൻ. ഹോർമൂസ് സുരക്ഷിതമാക്കുന്നത് അമേരിക്കയുടെ ചുമതലയല്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് യോഗം ചേർന്നത്. യോഗത്തിൽ പങ്കെടുക്കാതെ അമേരിക്ക. UK-യിലെ ഹോട്ടൽ, പബ്, റെസ്റ്റോറന്റ് മേഖലകൾ ചെലവിലുണ്ടായ വർധന മൂലം വലിയ പ്രതിസന്ധിയിലേക്ക്. ഏപ്രിൽ 1 മുതൽ പുതിയ ബിസിനസ് റേറ്റുകളും ഉയർന്ന വേതന ചെലവുകളും പ്രാബല്യത്തിൽ വന്നതോടെ മേഖലയ്ക്ക് വലിയ സാമ്പത്തിക സമ്മർദ്ദം. ജീവനക്കാരെ കുറയ്ക്കാൻ പദ്ധതിയിട്ട് 64% സ്ഥാപനങ്ങൾ. 42% സ്ഥാപനങ്ങൾ പ്രവർത്തന സമയം കുറയ്ക്കാനും 7 സ്ഥാപനം പൂർണ്ണമായും അടയ്ക്കാനും നീക്കം. കുടുംബങ്ങൾക്ക് ഷോക്കായി UK-യിൽ എനർജി ബില്ലുകൾ സമ്മറിൽ 440 പൗണ്ട് വരെ വർദ്ധിക്കാൻ സാധ്യത. ആശങ്കയിൽ UK-യിലെ പ്രവാസി സമൂഹം. US-ന്റെ F-35 യുദ്ധവിമാനം കൂടി വെടിവെച്ചിട്ടതായി ഇറാൻ. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തതിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ട് ഇറാനിയൻ മാധ്യമങ്ങൾ. റഡാറുകൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത US-ന്റെ ഏറ്റവും നൂതനമായ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളിൽ ഒന്നാണ് F-35 വിമാനങ്ങൾ. ഇറാന്റെ അവകാശവാദത്തോട് പ്രതികരിക്കാതെ അമേരിക്ക. അറ്റോർണി ജനറൽ പാം ബോണ്ടിയെ പുറത്താക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പുറത്താക്കലിന് കാരണമായത് പ്രസിഡന്റിന്റെ ലക്ഷ്യങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതും ജെഫ്രി എപ്സ്റ്റൈൻ ഫയലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ തെറ്റായി കൈകാര്യം ചെയ്തു എന്നതിന്റെയും പേരിൽ. ട്രംപിന്റെ മുൻ വ്യക്തിഗത അഭിഭാഷകനായ ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ ടോഡ് ബ്ലാഞ്ച് ആക്ടിംഗ് അറ്റോർണി ജനറലായി ചുമതലയേൽക്കും. പാം ബോണ്ടി വകുപ്പിനെ ശക്തിയോടെയും ബോധ്യത്തോടെയും നയിച്ചുവെന്ന് നിയുക്ത ആക്ടിംഗ് അറ്റോർണി ജനറൽ ടോഡ് ബ്ലാഞ്ച്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് FBI ഡയറക്ടർ കാഷ് പട്ടേലിനെയും പുറത്താക്കാൻ സാധ്യത. നടപടി അറ്റോർണി ജനറൽ പാം ബോണ്ടിയെ പദവിയിൽ നിന്ന് നീക്കിയതിന് പിന്നാലെ. അറ്റോർണി ജനറൽ സ്ഥാനത്തേക്ക് പകരക്കാരനായി ലീ സെൽഡിംഗിന്റെ പേര് പരിഗണനയിൽ. ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബ്ബാർഡിനെ മാറ്റുന്നതിനെ കുറിച്ചും ട്രംപ് ചർച്ച നടത്തി. ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ. ഗൾഫിലെ വ്യാപാര കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ നാവികരെ നഷ്ടപ്പെട്ട ഒരേയൊരു രാജ്യം ഇന്ത്യയാണെന്ന യോഗത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി. ഇന്ത്യയുടെ ആവശ്യം ബ്രിട്ടൻ വിളിച്ചു ചേർത്ത 60 രാജ്യങ്ങളുടെ യോഗത്തിൽ. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള ഗതാഗത സ്വാതന്ത്ര്യത്തിന്റെയും സുഗമമായ സഞ്ചാരത്തിന്റെയും പ്രാധാന്യം യോഗത്തിൽ പരാമർശിച്ച് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി. വനിതാ സംവരണം അടുത്ത പൊതുതിരഞ്ഞെടുപ്പിന് മുൻപേ നടപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കാൻ ബജറ്റ് സമ്മേളനത്തിന്റെ തുടർച്ചയായി പാർലമെന്റ് സമ്മേളനം ഈ മാസം 16-ന് ചേരും. 2023-ൽ പാർലമെന്റ് പാസാക്കിയ വനിതാ സംവരണ നിയമമനുസരിച്ച് വനിതാ സംവരണം നിശ്ചയിക്കാനാകുന്നത് അടുത്ത സെൻസസ് പ്രകാരമുള്ള മണ്ഡല പുനർവിഭജനം പൂർത്തിയായ ശേഷം മാത്രം. പുതിയ ഭരണഘടനാ ഭേദഗതി ബില്ലിൽ മണ്ഡല പുനർവിഭജനം നടത്തി 33% വനിതാ സംവരണം നിശ്ചയിക്കും. പേരാമ്പ്ര നിയമസഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് നൽകിയത് LDF പ്രചരണ വാഹനത്തിലെ വിവാദ അനൗൺസ്മെന്റുമായി ബന്ധപ്പെട്ട് UDF നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ. സമുദായത്തിലെ കുട്ടിയെ വിജയിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗുകാർ വീടുകളിൽ കയറി പറയുന്നുവെന്ന് LDFന്റെ വിവാദ അനൗൺസ്മെന്റ്. വോട്ടർമാർക്കിടയിൽ മതസ്പർദ്ധ വളർത്തുന്നതാണിതെന്നും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമാണെന്നും UDF. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.